നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാം കേട്ടിരിക്കണം. സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ സന്തോഷപൂർവമായ എൻ്റെ വാക്ക് പാലിക്കുന്ന ദിവസമാണെന്ന്. വേറൊന്നുമല്ല, 3 മാസം മുമ്പ് ഞാൻ ഇതേപോലെ സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കണക്ട് ചെയ്തതെന്ന്. ഇപ്പോഴും ഓരോരുത്തർ കണ്ടുവരുന്നേ ഉള്ളൂ. 3 മാസം കൊണ്ട് ഞാൻ +1 ഇംപ്രൂവ്മെന്റ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷം. വേറൊന്നുമല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. നമ്മൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് ആയുസ്സാരോഗ്യം തരണേ. കാരണം ഇത് ഓരോ ദിവസം ക്ലാസ് എടുക്കാൻ നേരം വലിയ തലവേദനയോ പനിയോ ഒന്നും ഞാൻ കാര്യമാക്കാതാണ് ഇതിനിടെ എല്ലാം ക്ലാസ് എടുത്തത്. അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു വിഷയമല്ല. അല്ലാതെ നമ്മുടെ തളർത്തി കളയരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മോട്ടിവേഷണൽ മെസ്സേജാണ്. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വർക്ക് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ആത്മാർത്ഥയോട് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, ആത്മാർത്ഥതയോട് വർക്ക് ചെയ്തിട്ട് നമ്മളത് പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കും. അത് ദൈവം നമ്പരാൻ കേൾക്കും. അതിനുള്ള ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അത് ഏത് ഫീൽഡിലും അങ്ങനെയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ചാപ്റ്റർ തീരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് ക്ലാസ് തീരുമല്ലേ. ഇവിടെ നമ്മൾ വീണ്ടും ശക്തിയായിട്ട് ഡിസംബർ 18-ാം തീയതി പരീക്ഷയ്ക്ക് 17-ാം തീയതി വരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫിസിക്സിനും മാർക്ക് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തരാൻ പോവാണ്. ഇവിടെ മുതൽ വീണ്ടും നമ്മൾ അടുത്ത ബിൽഡപ്പിലേക്ക് കയറുകയാണ്. അന്നേരം ഉറപ്പായിട്ടും നിങ്ങളാണ് എൻ്റെ ശക്തി. ഞാൻ 30K സബ്സ്ക്രൈബേഴ്സോ 25K സബ്സ്ക്രൈബേഴ്സോ 50K ആയാലും നിങ്ങളാണ് 2020-ലെ +2 കുട്ടികളാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് മടി കൂടാതെ പറയാം. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വളരെ വാല്യൂബിൾ ആണ്. അങ്ങോട്ട് പോകുമ്പോഴും ഡിസംബർ 18-ന് ശേഷവും പരീക്ഷ കഴിയുമ്പോഴും ഗിരീഷ് സാറിനെ മറന്നു പോകല്ലേ. അന്നേരം എപ്പോഴും നിങ്ങൾ എന്നോടൊപ്പം കാണണം. അതാണ് എൻ്റെ ഒരു ധൈര്യം. അന്നേരം ഇതൊക്കെ പറയാനുള്ള ചില സെന്റിമെന്റ്സ് ആയിപ്പോകും അല്ലേ. നമ്മളുടെ ക്ലാസ്സിലെ ചില ഫെയർവെൽ പോലെ ആയിരിക്കും, ചിലപ്പോൾ സെന്റിമെന്റ്സ് ആയിപ്പോകും. അന്നേരം ഇല്ലല്ലോ, നമ്മൾ തുടങ്ങുമല്ലേ ഉള്ളൂ. തുടങ്ങി നമ്മൾ ഡിസംബർ 17-ാം തീയതി വരെ പരീക്ഷയ്ക്ക് വരെ നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, എന്തൊക്കെ ക്ലാസ് മോട്ടിവേഷൻ്റെ പല രീതിയിലുള്ള മോട്ടിവേഷൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും മാക്സിമം നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ചാപ്റ്ററും അതിനോട് എനിക്ക് തീർക്കാമെന്ന് ചില അധ്യാപകർ പറഞ്ഞാൽ അതിനോട് എനിക്ക് എത്ര യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം 20 മിനിറ്റ് അരമണിക്കൂർ ക്ലാസ് കൊണ്ട് നമുക്ക് ഫുള്ള് ടോപ്പിക് നമ്മൾ 3 മാസം കൊണ്ട് ഒരു റെഗുലർ ബേസിലാണ് ഇത് എടുത്തു പോകുന്നത്. അത് അത്രയും അതിൽ നമ്മൾ പെട്ടെന്ന് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് അത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി മാർക്ക് മേടിക്കാം എന്ന് ഉള്ള പോർഷൻസും അല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് പോകരുത് കുട്ടികൾ എന്നുള്ളത് വളരെ കാര്യമായിട്ട് എടുക്കണം. റെഗുലർ ബേസിൽ 3 മാസം പഠിച്ചു വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോർഷൻസ് തീർന്നതും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓരോ അധ്യാപകർക്കും ഓരോ രീതിയിൽ കാണും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക. ചാനൽ മാക്സിമം നിങ്ങൾ തന്നെ ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല, പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരും ഇല്ല. സ്റ്റുഡൻസ് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. +1-ലേക്കും 10-ാം ക്ലാസ്സിലേക്കും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. മാക്സിമം ക്ലാസ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി മുതലുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കഷൻസും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ കരുത്തുറ്റ കുട്ടികളായി മാറ്റും. നല്ല അടിപൊളിയാക്കി മാറ്റിയിട്ടായിരിക്കും നിങ്ങളെ പരീക്ഷയ്ക്ക് ഡിസംബർ 18-ന്റെ പരീക്ഷയ്ക്ക് നിങ്ങളെ എത്തിക്കുന്നു. അന്നേരം അതുവരെയുള്ളത് എനിക്ക് നിങ്ങൾ വിട്ടുതരാം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കും. അന്നേരം അടിപൊളിയാകാം, സൂപ്പറാകാം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഫിസിക്സിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. കൈൻഡി തിയറി ഓഫ് ഗ്യാസ്. അത് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വീഡിയോയ്ക്ക് ഞാൻ വളരെ കാര്യമായിട്ട് പഠിപ്പിച്ചു. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ ഉണ്ട്. തുടങ്ങി നമുക്ക് പഠിക്കാം. അന്നേരം സ്കിപ്പ് ചെയ്ത് കാണരുത്, എല്ലാം നന്നായിട്ട് കണ്ടുപോവുക. കാണാതിരുന്നവരെ വീഡിയോസ് എല്ലാം കാണുക. +2 ഓൺലൈൻ രജിസ്ട്രേഷൻ താല്പര്യമുള്ളവരെല്ലാം ഉറപ്പായിട്ട് റെഗുലർ ബേസിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സമയത്തിന് തീരുന്നതിന് മുമ്പ് 1 മാസം പോർഷൻ തീർത്ത് റിവിഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ വിടാം. താല്പര്യമുള്ളവരെല്ലാം കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അന്നേരം സ്റ്റാർട്ട് ദി ബാറ്റിൽ. ഓക്കെ, അന്നേരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് RMS വെലോസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് RMS വെലോസിറ്റി. എന്ത് RMS വെലോസിറ്റി? പലർക്കും തന്നെ
കൃത്യമായിട്ടും എന്താണ് RMS വെലോസിറ്റി? റൂട്ട് മീൻ സ്ക്വയർ. ഫുൾ ഫോം ചോദിച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയും. ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം പറഞ്ഞാട്ടെ. RMS വെലോസിറ്റി കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാം. അറിയാത്തവർ കാണും എപ്പോഴും. ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. RMS വെലോസിറ്റി എങ്ങനെയാണോ? RMS വെലോസിറ്റി ആണല്ലോ, ഞാൻ കുറെ വെലോസിറ്റീസ് അങ്ങ് എടുക്കുകയാണ്. V1, ഓക്കെ വാ, V2, V3, V4, കുറെ എടുക്കുമ്പോൾ ഞാൻ Vn വരെ എടുക്കും. ഞാൻ കുറെ വെലോസിറ്റി എടുത്തു. ഏതൊക്കെ എടുത്തു? V1 എടുത്തു, V2 എടുത്തു, V3 എടുത്തു, V4 എടുത്തു. അങ്ങനെ എവിടെ വരെ എഴുതാം? Vn വരെ എഴുതാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ചെയ്യാം. RMS എന്നല്ലേ, ഇങ്ങനെ അറ്റത്തു നിന്ന് തുടങ്ങി ആദ്യം ഇതിന്റെ എല്ലാം S എന്ന് പറഞ്ഞാൽ സ്ക്വയർ. ആദ്യം ഈ വെലോസിറ്റിയുടെ എല്ലാം സ്ക്വയർ എടുക്കുക. അതിനുശേഷം ഇതിന്റെ എല്ലാം മീൻ എടുക്കുക. അതിനുശേഷം ഇതെല്ലാം റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുക. ആദ്യം എന്ത് എടുക്കണം? ഇതിന്റെ എല്ലാം സ്ക്വയർ എടുക്കണം. ഇതിന്റെ എല്ലാം സ്ക്വയർ എടുക്കുക. അതിനുശേഷം ഇതിന്റെ എല്ലാം മീൻ എടുക്കുക. അതിനുശേഷം ഇതിന്റെ എല്ലാം റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുക. പറയുമ്പോൾ ഇത്രയൊക്കെ എഴുതുമ്പോൾ എളുപ്പമാണ്. ആദ്യം ഇതിന്റെ എല്ലാം സ്ക്വയർ എടുത്തു. V1 സ്ക്വയർ, V2 സ്ക്വയർ, V3 സ്ക്വയർ, V4 സ്ക്വയർ, Vn സ്ക്വയർ. മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുക. ഡിവൈഡ് ബൈ Vn ആയതുകൊണ്ട് n കേട്ടോ. മീൻ എടുത്തു, റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് എടുത്തു, കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് RMS വെലോസിറ്റി. എന്തൊരു എളുപ്പം! ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിട്ട് പഠിക്കാതെ പോകുന്നതൊക്കെ ടോപ്പിക്. ഒരു RMS വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ കുറേ വെലോസിറ്റി എടുത്തിട്ട് ആദ്യം സ്ക്വയർ ചെയ്യുക, പിന്നെ മീൻ എടുക്കുക, പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതിനെ പറയുന്ന പേര് RMS വെലോസിറ്റി. RMS വെലോസിറ്റി VRMS = root of V1 square plus V2 square plus V3 square plus V4 square plus up to Vn square by n. അടിപൊളിയായില്ലേ? അടുത്തത് സ്ഥിരമായിട്ട് ഒരു 10 കൊല്ലത്തിൽ ഒരു 7 കൊല്ലം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെറിവേഷൻ ആണ്. കുറച്ചൊക്കെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചിന്തിക്കുകയോടെ വേണ്ടേ എപ്പോഴും. ഫിസിക്സ് പവർഫുൾ ആണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ്. ഈ കൈൻഡ് തിയറി ഓഫ് ഗ്യാസസിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇതാണ്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെർട്ടഡ് ബൈ ഗ്യാസ്. 3 മാർക്കിനും 4 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്ത്, കഴിഞ്ഞ ദിവസം പഠിച്ച മീൻ ഫ്രീ പാത്തിന്റെ ഡെറിവേഷൻ ചോദിക്കാം. പോസിറ്റീവ്സ് ഓഫ് കൈൻഡ് തിയറി. ഇങ്ങനെ നമുക്ക് എടുത്തു പറയാം. ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറയാം. അങ്ങനെ ഒരു ടോപ്പിക്കാണ്. ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ്. ആദ്യം നമുക്ക് ഫിഗർ നല്ല ക്ലാരിറ്റി ആയിട്ട് വരയ്ക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഓക്കെ, നോക്കിയേ. ഇതൊരു ക്യൂബിക്കൽ വെസലാണ് ഓഫ് യൂണിറ്റ് സൈഡ്. യൂണിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുകിൽ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ. അതിനാണ് യൂണിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതൊരു ക്യൂബിക്കൽ വെസൽ, അതൊരു യൂണിറ്റ് സൈഡ് ആണ്. അതിനകത്തൊരു ഗ്യാസ് ഉണ്ട്, ഗ്യാസ് നിറച്ചിട്ടുണ്ട് ആ ക്യൂബിക്കൽ വെസലിനകത്ത്. അതിനകത്തുള്ള ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ ആണ് എ. അതിന്റെ മാസ് ആണ് m, അതിന്റെ വെലോസിറ്റി ആണ് v. 2 വോൾസ് ഉണ്ട് W1 W2. നമ്മൾ മതിൽ എന്നൊക്കെ പറയുന്ന 2 വോൾസ് ഉണ്ട് ആ ക്യൂബിക്കൽ വെസലിന്. ഒന്ന് W1, മറ്റേത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള W2. അങ്ങനെ ഓപ്പോസിറ്റ് വോൾസ് ആണ്. അത് നോട്ട് ദി പോയിന്റ്. 3 ആക്സിസ് ഉണ്ട്, x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഞാൻ ഒരു കഥ പറയുന്ന പോലെ നമ്മൾ ഡയഗ്രാം പറഞ്ഞു. ഒന്നുകൂടെ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെ പറയാം? ഒരു ക്യൂബിക്കൽ വെസൽ. ഇത് നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങൾ സ്വന്തം സെന്റൻസിൽ എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ക്യൂബിക്കൽ വെസൽ ഓഫ് യൂണിറ്റ് സൈഡ്. അതിനകത്തൊരു ഗ്യാസ് ഉണ്ട് ക്യൂബിക്കൽ വെസലിനകത്ത്. ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾ ആണ് എ, അതിന്റെ മാസ് ആണ് m, അതിന്റെ വെലോസിറ്റി ആണ് v. ഇതെല്ലാം ഡിനോട്ട് ചെയ്യണം. 2 ഓപ്പോസിറ്റ് വോൾസ് ഉണ്ട്. ഏതൊക്കെ? W1 W2. 3 ഡയറക്ഷൻ, x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. ക്യൂബിക്കൽ വെസലാണ്. അന്നേരം 3 ഡയറക്ഷൻ, x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. അന്നേരം അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. എത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നു നമുക്കൊന്ന് കാണണമല്ലോ, അല്ലേ? നോക്കാം. ആദ്യം സെന്റൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയോട്ട് കുറച്ചുകൂടെ ബോർഡിൽ എഴുതാവുന്ന മാക്സിമം എഴുതിയിട്ടുണ്ട്. മൊമെന്റം ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി.
മൊമെന്റം ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ, കൊളീഷന് മുമ്പുള്ള മൊമെന്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൊമെന്റം എന്ന് പറയുന്നത് മാസിന്റെ വെലോസിറ്റി, കൊളീഷൻ ഒന്നും നടക്കുന്നില്ല, അന്നേരം മാസിന്റെ വെലോസിറ്റി mv തന്നെ എഴുതുക ഇക്വേഷൻ. അടുത്ത ശ്രദ്ധിച്ചു, മൊമെന്റം ഓഫ് മോളിക്യൂൾ ബി ആഫ്റ്റർ കൊളീഷൻ, കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് വോൾസിൽ ഒന്ന് ഇടിച്ചു കഴിയുമ്പോൾ അതിന്റെ കൊളീഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് വോൾസിൽ ഇവിടെ ഒന്ന് ഇത് ഇടിച്ചു കഴിയുമ്പോഴത്തേന് അത് -mv എഴുതാം. അന്നേരം മൈനസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് വോൾസിൽ വന്ന് ഇടിച്ചതിന്റെയാണ് ഏത് ആ മൈനസ്. അത് ഓർത്തോണം, ബിഫോർ കൊളീഷൻ mv, ആഫ്റ്റർ കൊളീഷൻ -mv ആണ്. ചേഞ്ചിങ് മൊമെന്റം ഈസ് ഗിവൺ ബൈ, ചേഞ്ചിങ് മൊമെന്റം എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കുക mv, പിന്നെ ചേഞ്ച് കാണിക്കാനുള്ള മൈനസ്, പിന്നെ ഓൾറെഡി ഒരു മൈനസ്, mv മൈനസ് mv എന്ന് പറഞ്ഞാൽ mv പ്ലസ് mv ഈസ് ഈക്വൽ ടു 2mv. ഇവിടെ നിങ്ങൾ എഴുതുമ്പോഴെന്ന് അറിയോ പലപ്പോഴും ഇങ്ങനെ ഈക്വൽ സൈൻ ഒരു സൈഡിൽ ഇട്ട് പോകരുത്, ഇങ്ങനെ എഴുതണം ചേഞ്ചിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു mv, ചേഞ്ചിങ് മൊമെന്റ് ഈസ് ഈക്വൽ mv പ്ലസ് mv, ചേഞ്ചിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 2mv. ഇങ്ങനെ ഇട്ട് പോകരുത്, അതുപോലെ ഇങ്ങനെ ഇട്ട് പോകരുത്. നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ അത് കാണിക്കരുത്. അങ്ങനെ നമ്മൾ ഇതിനൊന്നും ചെറുതാക്കി കാണിക്കുന്നില്ലേ, അതൊന്നും ഇഷ്ടപ്പെടില്ല. അന്നേരം ഇത്രയും വരെ 2mv വരെ ക്ലിയർ ആയല്ലോ. അന്നേരം ആദ്യം മൊമെന്റ് ഓഫ് മോളിക്യൂൾ എ, മൊമെന്റ് ഓഫ് മോളിക്യൂൾ ബി ആഫ്റ്റർ ബിഫോർ കൊളീഷൻ mv, ആഫ്റ്റർ കൊളീഷൻ -mv, ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ mv മൈനസ് mv എന്ന് പറയുന്നത് 2mv. ക്ലിയർ? ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം, നമ്പർ ഓഫ് കൊളീഷൻസ് ഓഫ് ദി മോളിക്യൂൾ എ ഈസ് ഗിവൺ ബൈ, എത്ര കൊളീഷൻ നടക്കുന്നു, 2 കൊളീഷൻ ആയതുകൊണ്ട് നമുക്ക് v/2 എന്ന് എഴുതാം. v/2 ഒറ്റ കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് v/1 എന്നല്ല v എന്ന് എഴുതാം. 3 കൊളീഷൻ ആണെങ്കിൽ v/3 എന്ന് എഴുതാം. അന്നേരം 2 കൊളീഷൻസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് കൊളീഷൻസ് എന്ന് പറയുന്നത് v/2. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻടു നമ്പർ ഓഫ് കൊളീഷൻസ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ 2mv, നമ്പർ ഓഫ് കൊളീഷൻസ് എന്ന് പറയുന്നത് v/2. അന്നേരം 2mv ഇൻടു v/2, ഒരു 2 അങ്ങ് കിട്ടി. mv ഇൻടു v എന്ന് പറഞ്ഞാൽ mv സ്ക്വയർ. അന്നേരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു mv സ്ക്വയർ. ഓക്കെ, ഇത്രയും വരെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളൊന്ന് പഠിക്കണം, നമ്മൾ മനസ്സിൽ വേണം. ആദ്യം ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ, ചേഞ്ചിങ് മൊമെന്റം, നമ്പർ ഓഫ് കൊളീഷൻസ് ഈസ് ഈക്വൽ ടു v/2, റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റം ഈസ് ഈക്വൽ ടു റേറ്റ് ചേഞ്ചിങ് മൊമെന്റം ഇൻടു v/2 എന്ന് പറയുമ്പോൾ mv സ്ക്വയർ. ഉണ്ടോ? ഇതുപോലെ ഓർത്തിരുന്നാൽ മതി. ഇതുപോലെ ഒന്ന് 2 വട്ടം എഴുതി കഴിയുമ്പോണ്ടല്ലോ പിന്നെ മറക്കത്തില്ല, പരീക്ഷ തീരുന്നവരെ ഗ്യാരണ്ടി. പിന്നെ ബാക്കിയോട്ട് വരട്ടെ. ഓക്കെ, വാ, പവർ സെറ്റ് ആകട്ടെ. നമ്മൾ ഇപ്പം പഠിച്ചു നിർത്തിയത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു mv സ്ക്വയർ. അടുത്ത ശ്രദ്ധിച്ചു, സിൻസ് there are only 3 independent directions, അല്ലേ? ഏതൊക്കെ ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻസ്? x ആക്സിസ്, x direction, y direction, z direction. x, y, z. There may be n/3 molecules. ഒരു ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് n/1 എന്ന് എഴുതാം, രണ്ടാമത്തെ ഡയറക്ഷൻ ആണെങ്കിൽ n/2 എഴുതാം, x y ഉണ്ടെങ്കിൽ z ഉണ്ടെങ്കിൽ n/3 എന്ന് എഴുതാം. കാരണം n/3 മോളിക്യൂൾസ് ഉണ്ട്, 3 ആക്സ് ഉള്ളതുകൊണ്ട്. പ്രഷർ ഈസ് ഗിവൺ ബൈ, ഇത്രയേ ഉള്ളൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻടു n/3. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv സ്ക്വയർ ഇൻടു n/3. പെട്ടെന്ന് ഫോർമുലയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇക്വേഷൻ എഴുതി, P mv സ്ക്വയർ ഇൻടു n/3. അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് പ്രഷർ ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻടു n/3, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം mv സ്ക്വയർ ഇൻടു n/3. ഇനി നമുക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് എഴുതാം. mv സ്ക്വയർ ഇൻടു n/3, 3 താഴെ കിടക്കുന്നല്ലേ, അന്നേരം 1/3 എന്ന് എഴുതാം. പിന്നെ m എഴുതി, പിന്നെ n എഴുതി, ലാസ്റ്റ് v സ്ക്വയർ എഴുതി. ഒരു മെയിൻ ഫോർമുല കിട്ടി, P പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ്, P 1/3 mv സ്ക്വയർ. പക്ഷെ പല ആൻസർ കീ നിങ്ങളുടെ അധ്യാപകർ നോക്കുന്ന ആൻസർ കീക്കകത്ത് ചിലപ്പം ഇത് മാത്രം എഴുതുമ്പോൾ ചില അധ്യാപകർക്ക് കുറച്ചുകൂടെ എഴുതാമായിരുന്നു എന്ന് തോന്നിയാൽ ചില അധ്യാപകർക്ക് തോന്നും ആൻസർ കീ, അന്നേരം നമ്മൾ കുറച്ചുകൂടെ എഴുതിയേക്കണം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാർട്ടുകൾ ഇതിനകത്തുണ്ട്, അതിന്റെ എല്ലാം വെലോസിറ്റി ഒരുപാടുണ്ട്, v1 v2 v3. അങ്ങനെ ആണെങ്കിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്തേക്കാം, ഈ v1 v2 v3 etc vn are the velocities of the molecule, v bar square equal v1 square plus v2 square plus v3 square plus vn square by n. ഒരു മീൻ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് ഒരു പാർട്ടിക്കിളിന്റെ a എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആകുമ്പോഴാണ് 1/3 mn v സ്ക്വയർ. ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് എഴുതാമല്ലോ, v = 1/3 mn v ക്ക് പകരം v ബാർ സ്ക്വയർ.
അന്നേരം സമ്പൂർണമായി അല്ലേ, പൂർണ്ണമായി എന്ന് നമ്മൾ പറയുന്നത് ഫിനിഷിംഗ് ആണ്, ഫിനിഷിംഗ് ടച്ചാണ്. അന്നേരം ഇങ്ങനെ വേണം എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെപ്റ്റഡ് ബൈ എ ഗ്യാസ്. ഇത് പഠിക്കാൻ ഒരു ഈസി വേ നമ്മളിലേക്ക് കടന്നെത്തണം എന്നുള്ളത്, നമ്മളൊരു പടം വരച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം സെൻസിൽ ആദ്യം സെന്റൻസ് മേക്കിംഗ് എഴുതണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ, ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ എഴുതി തെറ്റിക്കാതെ എഴുതി വരുമ്പോൾ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഈ ഇക്വേഷൻ വരെ എഴുതി നമ്മൾ നിർത്തണം. ഞാൻ ഇങ്ങനെ വേണം നമ്മൾ ഇങ്ങനെയുള്ളതെല്ലാം പഠിക്കാൻ. നിങ്ങളോട് പറയാനുള്ളൊരു എപ്പോഴും പറയാനുള്ള ഒരു ഉപദേശമെന്നല്ല, നമ്മൾ പ്ലസ് 1 പ്ലസ് 2 കുട്ടികളെ ഉപദേശിക്കുമ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, ഞാനും ഈ പ്രായത്തിൽ നമുക്കത് കേൾക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ട് വരും. എൻ്റെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെയൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം അച്ഛൻ ഇടയ്ക്കെല്ലാം സ്കൂളിലേക്ക് വരും. അത് പിന്നെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഉണ്ടാകും. അതൊക്കെ പോട്ടെ. കാരണം ഞാൻ പറഞ്ഞത്, നമ്മളെ ഉപദേശിക്കുന്ന അധ്യാപകരായാലും നമ്മളെ വഴക്ക് പറയുന്നത് നല്ലതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾ നല്ലതിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒരു ജോലിക്ക് പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകുമ്പോഴും, പിന്നെ അങ്ങോട്ടുള്ള അതിലൊക്കെ കയറുമ്പോഴാണ് നമുക്ക് ഈ മാർഗിന്റെ ഒരു വില എന്താന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കഷ്ടപ്പെടേണ്ട സമയത്ത് എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നോ അതുപോലെ നമുക്ക് അടിച്ചു പോയിക്കാം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പഠിപ്പിക്കുന്ന ഞാൻ അതിന് ഒരു നല്ല ഉദാഹരണമാണ്. കാരണം അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം ആ രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് പൈസയുടെ മൂല്യം അറിയാം, കഷ്ടപ്പെടുന്നതിൻ്റെ വില അറിയാം. അന്നേരം പഠിപ്പിക്കുന്ന കുട്ടികൾക്കും നമുക്ക് എപ്പോഴും മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക് എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഞാനൊക്കെ ഈ പരീക്ഷയുടെ ടൈം ടേബിൾ വരുമ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കും. അന്നേരം അതിന് ഒരുപാട് ടെൻഷനുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാൻ 18ാമത് ഒരു ഡിഗ്രി മുതൽ ഞാൻ ട്യൂഷൻ കൂടെ കൊടുത്തി കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് കാണും. ഞാനൊരു മെയിൻ സാധനമായിട്ട് ട്യൂഷൻ കൊണ്ടുപോയി. അന്നേരം അങ്ങനെയാണ് ഞാൻ ഒരു 18ാമത് വയസ്സ് മുതൽ ട്യൂഷൻ തുടങ്ങി. അവിടെ നിന്ന് പതുക്കെ പഠിച്ചാണ്. അപ്പം നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പം വാക്യം എന്ന് പറയുന്നതിന്റെ സ്പെല്ലിങ്, നിങ്ങളുടെ വീഡിയോ ഒക്കെ നമുക്ക് വാക്യം എന്ന് പറയുന്നതിന്റെ സ്പെല്ലിങ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, തുറന്നു പറയുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഞാൻ വാക്യത്തിന്റെ സ്പെല്ലിങ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പഠിപ്പിക്കാൻ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ടെക്സ്റ്റെല്ലാം നല്ലപോലെ റെഫർ ചെയ്തപ്പം ഒരു ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയാണ് VACUU. ഞാൻ വിചാരിച്ചോടാ, ഇതുവരെ നമ്മുടെ ടീച്ചർമാരും എല്ലാവരും പറഞ്ഞു തന്നാലല്ലോ VACCUM എന്നാണല്ലോ, VACWM അല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിപ്പിക്കാൻ തുടങ്ങുക. അതായത് നമ്മള് ഡിക്ഷണറി, കുട്ടികളെ തെറ്റായി പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ VACWM ആണ്. അധ്യാപകരും ചിലപ്പം വിട്ടുപോയി കാണുമ്പോൾ അവരും മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റാർക്കും പറ്റാ. അന്നേരം മുതൽ നമ്മൾ ഇതാണ് പറയുന്നത്. അന്നേരം ഞാൻ കുട്ടികളോട് ഒരു സ്കൂളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിന് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ അല്ലാതെ നമ്മുടെ കുട്ടികളോട് അല്ലാതെ സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ വാക്യൻസി ചാടി എഴുതിട്ട് VACCUM സാറേ ഉറപ്പാണ്, ബെറ്റാണ്. ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു സാറ്, ഞാൻ സാറിന്റെ പേരെന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ തറപ്പിച്ച് പറഞ്ഞു VACCUM ആണ്, അതിനകത്ത് യാതൊരു സംശയമില്ല സാറേ. ഇപ്പോൾ എന്നിട്ട് ഞാൻ കുട്ടികളുടെ മുമ്പ് ചോദിച്ചു, സാർ അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സീനങ്ങ് മാറ്റി. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണ്. ഈ വാക്യം എന്ന് പറയുന്നൊരു വലിയ വാക്കൊന്നുമല്ല, പക്ഷെ നമ്മൾ തെറ്റിക്കാം. ശരിയാണെങ്കിൽ അത് ശരിയാണ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു ചിന്ന ടോപ്പിക്കോട്, ഒരു ചെറിയൊരു വരിയുള്ള ടോപ്പിക്കോട് പഠിച്ചോണ്ട് നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഇതിന് ശേഷം കൊണ്ടുള്ള ക്ലാസ്സുകൾ പടപടാന്നങ്ങോട്ട് വരും. പഠിക്കാൻ തയ്യാറായിങ്ങോട്ട് ഇരുന്നോണം കേട്ടോ. ഓക്കെ വാ. ഒരു വലിയൊരു ടോപ്പിക്ക് പ്രഷർ എക്സെപ്റ്റഡ് ബൈ ഗ്യാസ് കഴിഞ്ഞിട്ടൊരു ചിന്ന ടോപ്പിക്, ഒരു കൊച്ചു ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. ഞാനിത് ഈ റിലേഷൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഇതിന്റെ മാത്സ് ഫോളോയിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരം ഇത്രയേ ഉള്ളൂ. ആവറേജ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അന്നേരം ആവറേജ് കൈനറ്റിക് എനർജി K ചെയ്യാം. ആവറേജ് നമ്മളൊരു K ബാർ എന്ന് കൊടുക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത്രയും റിലേഷൻ എളുപ്പം. കൈനറ്റിക് എനർജി കൂടിയാൽ ടെമ്പറേച്ചർ കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. അതാണല്ലോ അതിന്റെ അർത്ഥം, ആവറേജ് കൈനറ്റിക് എനർജി.
അന്നേരം ആവറേജ് കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ എന്നുള്ള റിലേഷൻ, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്, ആവറേജ് കൈനറ്റിക് എനർജി കെ ഇ ബാർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഓക്കെ, അന്നേരം ഇത്രയാണ് ഏകദേശം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അന്നേരം നമ്മുടെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെഗുലർ ക്ലാസ് ഇതുവരെ ചൊവ്വ, വ്യാഴം, ശനി ക്ലാസ്സുകളായിരുന്നു. ഇനി ക്ലാസ്സിന്റെ സമയത്തെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അഡീഷണൽ ക്വസ്റ്റ്യൻസും എല്ലാം കൊണ്ട് നിറയ്ക്കും, ഫില്ല് ചെയ്യും. ചിലപ്പം ആഴ്ചയിൽ 7 ദിവസം ക്ലാസ് കാണും. നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ കുട്ടികൾ എല്ലാവരും മാർക്ക് മേടിക്കട്ടെ. ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും മാർക്ക് മേടിക്കട്ടെ. കാണാത്തവരൊക്കെ കണ്ടു തുടങ്ങുക, നമ്മൾ ഷെയർ ചെയ്യുക. മാക്സിമം നന്നായിട്ട് പഠിച്ചു പോയി പരീക്ഷ ചെയ്താൽ നമുക്ക് അതിനായിട്ട് ഒരു ഡിസംബർ ഒരു സെക്കൻഡ് വീക്ക് ഒരു ലൈവും പോകാം. നിങ്ങളെല്ലാം പഠിച്ചിട്ട് ഇരിക്കുക. നേരത്തേക്ക് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് ഇട്ട് തരാം. എല്ലാ ദിവസവും അത് നമുക്ക് നല്ല മെനക്കേടാണെങ്കിൽ പോലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും റിവിഷൻ്റെ കൂട്ടത്തിൽ നല്ലപോലെ എല്ലാം പഠിച്ചതിന് ശേഷം, ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഒന്ന് ചെയ്യാനും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ ഞാൻ കൃത്യമായിട്ടാണ് പക്ഷേ ഓരോ യൂണിറ്റും പോകുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മൾ ഓൾറെഡി മറ്റേ ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന് 2 വോളിയം കഴിഞ്ഞു. അതിനുശേഷമുള്ള മോഷൻ സ്ട്രെയിനിലെ 2 വോളിയം കഴിഞ്ഞു. മോഷൻ പ്ലെയിൻ്റെ 1 വോളിയം കഴിഞ്ഞു. അടുത്ത വോളിയം അടുത്ത ദിവസം തന്നെ വരും. അന്നേരം അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് 3-4 ദിവസം മുമ്പ് അതെല്ലാം റെഡിയാക്കി അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാക്കി തരും. നിങ്ങൾ ന്യൂമറിക്കൽസ് ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾ പഠിക്കുക. മോഷൻ പ്ലെയിൻ ലാസ്റ്റ് വോളിയം ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. അത് വെക്ടറിൻ്റെയൊക്കെ നല്ല ടഫ് ന്യൂമറിക്കൽ ഇൻ എ ഈസി വേ. അങ്ങനെയാണ്. അന്നേരം സപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ ഫുൾ സപ്പോർട്ട്, നിങ്ങൾ തിരിച്ചിരിക്കുന്ന സപ്പോർട്ട്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ക്യാൻസൽ ടീച്ചർ ഒന്നില്ല, നമുക്ക് അടിപൊളിയായിട്ട് പോകും. ആക്ഷൻ റിയാക്ഷൻ എല്ലാം ഒരുമിച്ച് വന്നത് വലിയ മാർഗമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. അടുത്ത ദിവസം കൊണ്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിലെല്ലാം വീണ്ടും കാണാം. ബൈ ബൈ, സി യു. ഓക്കെ.